അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ സർജറി നടത്താൻ അതിനുശേഷം നടത്താം. അതല്ല, ആർക്കാണ് ഇപ്പൊ ഇത്ര ധൃതി? അരമണിക്കൂർ കഴിഞ്ഞിട്ട് പവർ കട്ട് മാറിയിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി. ഇപ്പൊ പവർ കട്ടുള്ള സമയത്ത് ഓപ്പറേഷൻ ചെയ്യോ? അതുമാതിരി ഗർഭിണികളായ സ്ത്രീകൾ പ്രസവിക്കുന്ന ടൈം അല്പം ഒന്ന് മാറ്റി വെക്കണം. പവർ കട്ടുള്ള സമയത്ത് പ്രസവിക്കരുത്, പവർ കട്ട് മാറിയിട്ട് പ്രസവിച്ചാൽ മതി. പ്രസവം തൽക്കാലം മാറ്റി വയ്ക്കുന്നു അരമണിക്കൂർ കഴിഞ്ഞിട്ട്. അല്ലെ, അരമണിക്കൂർ കഴിഞ്ഞിട്ട് പവർ കട്ട് കഴിഞ്ഞിട്ട് പ്രസവിക്കാമല്ലോ. നടത്താൻ അതിനുശേഷം നടത്താം. പവർ കട്ട് അരമണിക്കൂറിലേ ഉള്ളൂ. അല്ല, അപ്പൊ കൃത്യമായിട്ട് പവർ കട്ട് ഏതൊക്കെ സമയങ്ങളാണ്? അരമണിക്കൂർ എന്ന് പറയുന്നു. പല ടൈമുകളിലായിട്ട് അരമണിക്കൂർ ഇടവിട്ട് ഒരു 5-6 പ്രാവശ്യം പോകുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഏത് സമയത്താണ് ശരിക്കും പറഞ്ഞാൽ അവര് ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? ഇത് എപ്പോഴാണ് പവർ കട്ട് പോകണമെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ പ്രസവിക്കുന്ന സ്ത്രീകൾ ഈ വേദന വരുമ്പോൾ നീട്ടി വെക്കേണ്ടി വരും. പ്രസവം കുറച്ച് നീട്ടി വെക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഈ ടൈം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? പവർ കട്ട് എപ്പോഴാണ് വരുന്നത്? അപ്പൊ പ്രസവ വേദന വരുന്ന സ്ത്രീകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പവർ കട്ട് വരുന്ന സമയത്ത് പ്രസവിക്കില്ലേ, അത് നീട്ടി വെക്കാനാണ് പറഞ്ഞത്. അതിപ്പോ ഇങ്ങനെ നീട്ടി വെക്കുകയാണെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് പോയി പ്രസവിക്കേണ്ടി വരും. ഇപ്പൊ ഗർഭിണികളായവരൊക്കെ ഇനി ഒരു 5 വർഷം കഴിഞ്ഞിട്ട് പ്രസവിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്. നല്ല ആരോഗ്യത്തെക്കുറിച്ച് നല്ല അറിവുള്ള ഒരു ആരോഗ്യമന്ത്രി തന്നെയാണല്ലോ. അപ്പൊ പൂക്കി മന്ത്രിസഭയിൽ എല്ലാവരും ചിരിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയുണ്ട്, ചിരിക്കുന്ന ഒരു പൂക്കി മന്ത്രിയും. അപ്പൊ ഈ പൂക്കി സഭയിൽ കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. അത് വളരെ കറക്റ്റാണ്. കാരണം ഇത്രയും വിവരദോഷികളായ ഒരു മന്ത്രിമാര് വേറെ സഭയിലില്ലാന്ന് എന്തായാലും പൂക്കി മന്ത്രി തന്നെ പറഞ്ഞല്ലോ. അത് കൃത്യമായിട്ട് ഇപ്പോഴാണ് അത് ഫലിച്ചത്. അത് വളരെ ശരിയാണ്. ഇത്രയും വിവരദോഷികളായ മന്ത്രിമാരെന്ന് അദ്ദേഹം തന്നെ വായിന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? വോട്ട് ചെയ്ത ജനങ്ങൾക്കൊക്കെ സന്തോഷമായില്ലേ? അഥവാ പവർ കട്ട് സമയത്ത് പ്രസവിക്കുകയോ പവർ കട്ട് ഓപ്പറേഷൻ ചെയ്യുകയോ ചെയ്താൽ മന്ത്രി അവർക്കെതിരെ നടപടിയെടുക്കുന്നതാണ്. കർശനമായ നടപടികൾ. ആർക്കാണ് അവ നടപടിയെടുക്കുന്നത്? അവർ തന്നെ പറയുന്നു ആർക്കെതിരെ നടപടിയെടുക്കുന്നത്? ഈ പ്രസവിക്കുന്ന സ്ത്രീകൾക്കാണോ അതോ ഈ ഓപ്പറേഷൻ അഡ്മിറ്റ് ആയ രോഗികൾക്കാണോ നടപടിയെടുക്കുന്നത്? എന്ത് തന്നെ ആയാലും കലക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. നല്ലൊരു ആരോഗ്യമന്ത്രി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.